നോക്കൂ, എന്തൊരു മോശമായ ഒരു പ്രവർത്തനമാണ്. ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ പേരിലൊക്കെ പലപ്പോഴും പല ആളുകൾ വ്യാജമായ രീതിയിലും മറ്റുമൊക്കെ ഫേക്ക് വാർത്തകളും മറ്റും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കാറുണ്ട്. പക്ഷേ ഇത് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനല്ല, മരണപ്പെട്ടുപോയ മനുഷ്യനാണ്. ആ മനുഷ്യന്റെ പേരിലാണ് സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റുമൊക്കെ വ്യാജമായി കൊണ്ട് പല വാർത്തകളും പ്രചരിപ്പിക്കുന്നത്. കുറച്ചെങ്കിലും മനുഷ്യത്വമുള്ളവർ ചെയ്യുന്നൊരു പണിയാണോ ഇത്? മനുഷ്യന്മാർക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ എന്നെനിക്ക് തോന്നുന്നില്ല. മനസ്സിൽ ഒരൊറ്റ മനുഷ്യത്വം പോലും ഇല്ലാത്തവർക്ക് ഇത്തരത്തിലുള്ള പണികൾ ചെയ്യാൻ സാധിക്കും. നമുക്കറിയാം കലാഭവൻ നവാസ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഏതാനും ഒരു മാസം മുമ്പാണ് കലാഭവൻ നവാസ് എന്ന് പറയുന്ന മനുഷ്യൻ മരണപ്പെട്ടു പോയത്. അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഹൃദയസ്തംഭനം മൂലമാണ് മരണപ്പെട്ടത് എന്നുള്ളതാണ് റിപ്പോർട്ട്. അദ്ദേഹം മരണപ്പെട്ട സമയത്തും ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് 2 വീഡിയോകളൊക്കെ ചെയ്തിരുന്നു. മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പല സംസാരങ്ങളുമായിരുന്നു അദ്ദേഹം മരണപ്പെടുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചത്. ഇപ്പോൾ നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അടുത്ത നിമിഷം എന്തു സംഭവിക്കുമെന്ന് പറയാൻ ആർക്കും കഴിയില്ല. ഇത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിച്ചേരുമെന്ന് എന്തുറപ്പാണ് ഞാൻ എന്ന മനുഷ്യനുള്ളത്? നമ്മൾ മനുഷ്യർ വളരെ നിസ്സഹായരാണ്. ഇങ്ങനെ അടങ്ങുന്ന മനുഷ്യരെ ചിന്തിപ്പിച്ച വാക്കുകളായിരുന്നു കലാഭവൻ നവാസ് പറഞ്ഞു വച്ചത്. നോക്കൂ, അദ്ദേഹത്തിന്റെ വിയോഗം എല്ലാവരെയും വല്ലാതെ വേദനയിലാഴ്ത്തി. പക്ഷേ ആ മനുഷ്യൻ മരണപ്പെട്ടിട്ടും ആ മനുഷ്യന്റെ പേരിൽ പലതരം വ്യാജ വാർത്തകൾ പല ആളുകളും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നോക്കൂ, കഴിഞ്ഞ ദിവസം മരണപ്പെട്ട കലാഭവൻ നവാസിന്റെ സഹോദരങ്ങളായിട്ടുള്ള നിയാസ് ബക്കറും നിസാം ബക്കറും കൂടി സമൂഹമാധ്യമങ്ങളിൽ കൂടി ഒരു കാര്യം പറഞ്ഞു വച്ചു. സുഹൃത്തുക്കളെ, നവാസിക്കയുടെ വേർപാടിന് ശേഷം LICയുടെ പേരിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പോസ്റ്റ് തികച്ചും ഫേക്കാണ്. LICയിൽ നിന്നും ഡെത്ത് ക്ലെയിം വഴി 26 ലക്ഷം കുടുംബത്തിന് കൈമാറിയെന്നാണ് വ്യാജ വാർത്ത. ഇതുവഴി മറ്റുള്ളവരെയും തെറ്റിദ്ധരിപ്പിക്കുവാനാണ് ഈ വ്യാജ ഏജന്റുകൾ ശ്രമിക്കുന്നത്. ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് വഴി ഞങ്ങൾ കുടുംബാംഗങ്ങൾ വളരെ ദുഃഖിതരാണ്. ആരും തന്നെ വഞ്ചിതരാകരുത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രചരിക്കുന്ന ആ ഫേക്ക് വാർത്തയുടെ ചിത്രവും അവർ സമൂഹമാധ്യമങ്ങളിലൂടെ കുറിച്ചുവെച്ചു. ഇതായിരുന്നു ആ ഒരു ചിത്രം. ഡെത്ത് ക്ലെയിം പെയ്ഡ് ബൈ LIC 26 lakhs. പ്രീമിയം വാസ് പെയ്ഡ് ഫോർ 7 years. അതായത് 7 വർഷത്തോളമായി പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് 26 ലക്ഷം രൂപ ക്ലെയിമായി കിട്ടിയെന്ന് അവകാശപ്പെടുന്ന തരത്തിലുള്ള ഒരു ഫേക്ക് ചിത്രമാണത്. അതിന് താഴെ ഒരു കുറിപ്പുമുണ്ട്: ജീവിതത്തിനൊപ്പവും ജീവിതത്തിന് ശേഷവും നിങ്ങളോടൊപ്പം LIC. നോക്കി, ഇത്തരം വ്യാജ വാർത്തകൾ ആ കുടുംബത്തെ സംബന്ധിച്ച് അവർക്ക് എത്രത്തോളം വേദനയുണ്ടാക്കുന്നുവെന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. തങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ തങ്ങളിൽ നിന്നും വേർപെട്ടു പോയ ആ സങ്കടം അവർക്കിനിയും അത് താങ്ങാനായിട്ടില്ല. ആ സമയത്താണ് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളുടെയും മറ്റും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇത് ചെയ്തവൻ ഏതെങ്കിലും LIC ഏജന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യക്തിയായിരിക്കും. LICയിൽ ജോയിൻ ചെയ്യിപ്പിക്കുവാൻ വേണ്ടി കുറെ ആളുകൾ ഇപ്പോൾ സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഈ ചിത്രം കാണിച്ചു കൊടുത്തുകൊണ്ട് അത്തരം ആളുകളെ LICയിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുവാൻ വേണ്ടി മനഃപൂർവ്വം കെട്ടിച്ചമച്ചുണ്ടാക്കിയ, മനഃപൂർവ്വം എഡിറ്റ് ചെയ്തുണ്ടാക്കിയ ഒരു വ്യാജ വാർത്തയാണെന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. നോക്കൂ, ഒരു ഭാഗത്ത് കുറെ മനുഷ്യർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അവർ സമ്പാദിക്കുന്നു. മറുഭാഗത്ത് കുറെ മനുഷ്യർ ശരീരം അനങ്ങാതെ മേലനങ്ങാതെ അധ്വാനിക്കാതെ മറ്റുള്ളവനെ പറ്റിച്ചും വഞ്ചിച്ചുമൊക്കെ ജീവിക്കാൻ ശ്രമിക്കുന്നു. അതിലൂടെ പണമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. എത്ര നാൾ ആ സമ്പാദ്യം അത്തരം ആളുകളുടെ കയ്യിലുണ്ടാവും? ഒരാളെ വഞ്ചിച്ചും പറ്റിച്ചും ഒരിക്കലും സമാധാനത്തോടുകൂടി നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. അത്തരത്തിലുണ്ടാക്കുന്ന സമ്പാദ്യങ്ങൾ അത് നിങ്ങൾക്ക് തന്നെ വലിയ നാശമായി തീരും. അത്തരത്തിലുണ്ടാക്കുന്ന സമ്പാദ്യങ്ങൾ അത് നിങ്ങൾക്ക് ഇരട്ടി നഷ്ടം മാത്രമേ ഉണ്ടാക്കി വെക്കുകയുള്ളൂ. ഇത്തരത്തിൽ മരണപ്പെട്ടു പോയ ഒരു മനുഷ്യന്റെ പേരിലുള്ള വ്യാജ വാർത്തയുണ്ടാക്കി അതിലൂടെ ഉണ്ടാക്കുന്ന സമ്പാദ്യം കൊണ്ടാണ് തൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും മാതാപിതാക്കൾക്കും അരിയാഹാരം കൊടുക്കുന്നത്, അവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ വല്ലാത്ത കഷ്ടം തന്നെയാണ്. നോക്കി, ഇത്തരം തോന്നിവാസങ്ങൾ കാണിക്കുന്ന വ്യക്തികൾക്കെതിരെ ശക്തമായ നിയമ നടപടി ഉണ്ടാകേണ്ടതുണ്ട്. നമുക്കറിയാം, കലാഭവൻ നവാസ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു സിനിമയിൽ അഭിനയിക്കുന്നു, ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ് എന്നതിലുപരി അദ്ദേഹം നല്ല വ്യക്തിത്വത്തിൻ്റെ, എല്ലാവരെയും നോക്കി പുഞ്ചിരിക്കുന്ന, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നല്ലൊരു മനുഷ്യനാണെന്ന്
അദ്ദേഹത്തെക്കുറിച്ച് അടുത്തറിയാവുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. അത്തരത്തിലുള്ള നല്ലൊരു മനുഷ്യന്റെ പേരിൽ ഇത്തരം ഫേക്ക് ന്യൂസുകൾ പ്രചരിപ്പിക്കാൻ ഈ മനുഷ്യർക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? ഇത്തരം ഫേക്ക് ന്യൂസുകൾ പ്രചരിപ്പിക്കുന്ന ഇത്തരം വ്യക്തികളുടെ കുടുംബത്തിൽ അവന്മാർക്ക് ആർക്കെങ്കിലുമാണ് ഇത്തരം ഒരു ദുരനുഭവം ഉണ്ടാകുന്നത് എങ്കിൽ, അത്തരം ആളുകളുടെ വീട്ടിലാണ് ഇത്തരം ഒരു മരണം സംഭവിക്കുന്നത് എങ്കിലേ അതിന്റെ വേദനയും പ്രയാസവും എത്രത്തോളം കാഠിന്യമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ആറാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാണ് എന്നത് പറയുന്നത് പോലെ മറ്റുള്ളവനെ സംഭവിച്ചാൽ അവനത് സന്തോഷമാണ്. അതിലൂടെ മറ്റുള്ളവരെ പറ്റിച്ചും വഞ്ചിച്ചും പണമുണ്ടാക്കാം. എന്നാൽ നേരെ മറിച്ച് സ്വന്തം കുടുംബത്തിൽ സ്വന്തം കൂടപ്പിറപ്പുകൾക്കാണ് അത്തരമൊരു ദുരനുഭവം ഉണ്ടാകുന്നത് എങ്കിലേ അതിന്റെ ആ വേദനയുടെ ആഴം, കാഠിന്യം അത്തരം ആളുകൾ മനസ്സിലാക്കുകയുള്ളൂ. നോക്കൂ, ഞാൻ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടുപോയ ഇതേ കലാഭവൻ നവാസിന്റെ അദ്ദേഹത്തിന്റെ ഭാര്യ രഹന എന്ന് പറയുന്ന സഹോദരിയെക്കുറിച്ച് ഞാനൊരു വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. ആ സഹോദരിയെ പോലും നിരന്തരമായ വേട്ടയാടുകയാണ്. ആ സഹോദരിയെ പോലും വെറുതെ വിടുന്നില്ല. 2-3 യൂട്യൂബ് ചാനലിൽ അവർ കൊടുത്ത തംബ്നെയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനതിൽ ശക്തമായി പ്രതികരിച്ചിരുന്നു. രഹനയുടെ നില അതീവ ഗുരുതരമെന്നുള്ള തംബ്നെയിൽ കൊടുത്തുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അത്തരം ആളുകൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നോക്കൂ, വിധവയായ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയുടെ ഭർത്താവ് മരണപ്പെട്ടുപോയി. 3 മക്കളുണ്ട് അവർക്ക്. ആ 3 മക്കളെയും തനിച്ചാക്കിക്കൊണ്ട് കലാഭവൻ നവാസ് എന്ന് പറയുന്ന സഹോദരൻ മരണപ്പെട്ടു പോകുമ്പോൾ തന്റെ ഭർത്താവിനെ ഓർത്ത് വിഷമിക്കുന്ന, തന്റെ മക്കളുടെ ഭാവിയെക്കുറിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന ആ സഹോദരിയെക്കുറിച്ചാണ് ഇത്തരം ആളുകൾ ഫേക്ക് തംബ്നെയിലുകൾ പ്രചരിപ്പിച്ചുകൊണ്ട് അതീവ ഗുരുതര അവസ്ഥ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരം മോശമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. മരണത്തിന് ശേഷമെങ്കിലും ആ മനുഷ്യനെ വെറുതെ വിട്ടൂടെ? അദ്ദേഹത്തിന്റെ ഭാര്യയെ വെറുതെ വിട്ടൂടെ? നോക്കൂ, മരണശേഷവും ആ കുടുംബത്തെ ചില ആളുകൾ വേട്ടയാടുകയാണ്. നമുക്കറിയാം, അദ്ദേഹം മരണപ്പെട്ട സമയത്ത് അദ്ദേഹം ഒരു സിനിമാ നടനാണ്, അതോടൊപ്പം മിമിക്രിക്കാരനാണ്, അദ്ദേഹം സ്വർഗത്തിലേക്ക് കടക്കില്ല എന്നുള്ള പലതരത്തിലുള്ള ആരോപണങ്ങൾ, ചില കമന്റുകളൊക്കെ അന്ന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയായി. നോക്കൂ, ഞാൻ ഇപ്പോഴും പറയുകയാണ്, ഒരു മനുഷ്യൻ സ്വർഗത്തിൽ കടക്കുമെന്നോ നരകത്തിൽ കടക്കുമെന്നോ എന്ന് പറയാൻ നമുക്കാർക്കും അധികാരമില്ല. ഒരു മുസ്ലിം മതവിശ്വാസി സംബന്ധിച്ചിടത്തോളം അതെല്ലാം തീരുമാനിക്കുന്നത് പടച്ചറബായ അള്ളാഹുവാണ്. നമുക്കറിയാം, ഇതൊരു സോഷ്യൽ മീഡിയ കാലമാണ്. ആ സോഷ്യൽ മീഡിയയിലൂടെ നല്ല വാർത്തകൾ, ട്രൂ ആയിട്ടുള്ള ശരിയായിട്ടുള്ള വാർത്തകൾ പ്രചരിക്കുമ്പോൾ അതിലൂടെ പലതരം ഫേക്ക് ആയിട്ടുള്ള തെറ്റായ വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ട് പല വാർത്തകൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിയാൽ പോലും അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ, അതിൻ്റെ ശരി മനസ്സിലാക്കാതെ ദയവ് ചെയ്ത് അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാതിരിക്കുക. കാരണം അത് നമ്മൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നതിലൂടെ നമ്മളും അത്തരം വ്യാജ വാർത്തകൾ പടച്ചുവിട്ട അത് പ്രചരിപ്പിക്കുന്നവനും തമ്മിൽ തുല്യമുള്ളവരായി മാറും. അവൻ ചെയ്യുന്ന തെറ്റിൻ്റെ പങ്കും നമ്മൾ വഹിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സൂക്ഷിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.